ഹലോ മക്കളെ. ബ്രാഞ്ചസ് ഉള്ള ഒരു ആൽക്കൈനിന് എങ്ങനെയാണ് പേര് കൊടുക്കുന്നതെന്ന് നോക്കിയാലോ. നോമൻക്ലേച്ചർ ഓഫ് ആൽക്കൈൻ വിത്ത് ബ്രാഞ്ച്. അപ്പോൾ ബ്രാഞ്ചിനെ നമ്മൾ എന്തെന്നും വിളിക്കാറുണ്ട്? ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ബ്രാഞ്ചസിൻ്റെ മറ്റൊരു പേരാണ് ആൽക്കൈൽ ഗ്രൂപ്പ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ആൽക്കെയിൻസ് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആൽക്കെയിൻസ് ആരാന്ന് പറഞ്ഞപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഹൈഡ്രോ കാർബൺസ് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഹൈഡ്രോ കാർബൺസ്? ആ പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ ആരൊക്കെയുണ്ട്? ഒന്ന് ഹൈഡ്രജൻ ഉണ്ട്, മറ്റൊന്ന് ആരുണ്ട്? കാർബൺ ഉണ്ട്. കാർബണും ഹൈഡ്രജനും ഒരുമിച്ച് വരുന്ന കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോ കാർബൺ. അത്തരം ഹൈഡ്രോ കാർബണുകളുടെ ഇടയിൽ എന്ത് ബോണ്ടാണെങ്കിൽ സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ എന്ത് മാത്രമേ കാണൂ? ഒരു വര മാത്രമേ കാണൂ. എങ്കിൽ നമ്മൾ അത്തരം കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ആൽക്കെയിൻസ്. ഇത്തരം ഹൈഡ്രോ കാർബണിൽ രണ്ട് കാർബണുകളെ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാ? ഒരു സിംഗിൾ ബോണ്ട് ഉപയോഗിച്ചിട്ടാ. ഒരു ബോണ്ട് ഒരൊറ്റ വര മാത്രം വരുമ്പോഴാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിംഗിൾ ബോണ്ട്. ഇത്തരത്തിൽ കാർബണുകൾക്കിടയിൽ സിംഗിൾ ബോണ്ട് മാത്രം വരികയാണെങ്കിൽ അത്തരം കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കെയിൻസ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു പ്ലെയിൻ ആൽക്കെയിൻ ആണ് അല്ലെ? ഇതൊരു ചെയിൻ പോലെ നീണ്ടു പോകുന്നുണ്ട്. ഇതിൽ നിന്ന് വേറെ എന്തെങ്കിലും ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളൊരു മരം എടുത്തു കഴിഞ്ഞാൽ ആ മരത്തിന് എന്ത് കാണും? ഒരു മെയിൻ ആയിട്ടൊരു ട്രങ്ക് കാണും അല്ലെ? മെയിൻ ആയിട്ടൊരു ട്രങ്ക് കാണും. എന്നാൽ ഈ ട്രങ്കിൽ നിന്ന് എന്ത് പോവാറുണ്ട്? ചെറുതായിട്ട് ബ്രാഞ്ചസ് ഇങ്ങനെ പോകുന്ന ചെറിയ ചെറിയ ചില്ലകൾ, അതായത് ഈ മെയിൻ ട്രങ്കിൽ നിന്ന് എമേർജ് ചെയ്ത് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഈ ചെറിയ ചെറിയ കൊമ്പുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്രാഞ്ചസ്. അതുപോലെ നോക്ക്, നല്ല നീളത്തിന് നീണ്ടു പോകുന്ന ഒരു കാർബണും ഹൈഡ്രജനും ചേർന്ന ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടാവും. അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആൽക്കെയിൻസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ അത്തരം ആൽക്കെയിൻസിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? പുറത്തോട്ട് തള്ളി നിൽക്കുന്ന എന്ത് കാണാൻ പറ്റും? ചെറിയ ചെറിയ ഭാഗങ്ങൾ കൂടെ കാണാൻ പറ്റും. എങ്കിൽ ഈ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ചെറിയ ചെറിയ ഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് ബ്രാഞ്ച്. എന്തെന്നാ വിളിക്കുന്നത്? ബ്രാഞ്ച്. ബ്രാഞ്ചിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പൊ ദാ ഇവിടെ തന്നിരിക്കുന്ന ഈ ഹൈഡ്രോ കാർബണിൽ എന്തില്ല? ബ്രാഞ്ചസ് ഇല്ല അല്ലേ? അതിങ്ങനെ നീളത്തിന് ഒരു വള്ളി പോലെ മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ചെയിൻ മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ വല്ല തള്ളലുകളുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇത്തരം ആൽക്കെയിൻസിൽ എന്തുകൂടെ വന്നാൽ, തള്ളൽ കൂടെ വന്നാൽ, ബ്രാഞ്ചസ് കൂടെ വന്നാൽ എങ്ങനെ പേര് കൊടുക്കും? ബ്രാഞ്ച് ഇല്ല എങ്കിൽ എങ്ങനെയാ പേര് കൊടുക്കേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബ്രാഞ്ച് ഇല്ല എങ്കിൽ നമ്മളിവിടെ എത്ര കാർബൺ ആണുള്ളത് നോക്കും അല്ലെ? ഒരു കാർബൺ, 2 കാർബൺ, 3 കാർബൺ, 4 കാർബൺ, 5 കാർബൺ. അപ്പോൾ കോമ്പൗണ്ടിനകത്ത് എത്ര കാർബൺ ഉണ്ടായിരുന്നു? 5 കാർബൺ ഉണ്ടായിരുന്നു. 5 കാർബൺ ആണെങ്കിൽ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? പെന്റ്. പിന്നെ എന്ത് ബോണ്ടാ? സിംഗിൾ ബോണ്ടാ അല്ലെ? സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ ഏത് വാക്ക് ചേർക്കും? ANE. അപ്പൊ പെന്റിന്റെ കൂടെ ANE ചേർത്താൽ എന്താ പേര്? പെന്റെയിൻ. അതിലെ പി എന്തായിരിക്കും? ക്യാപിറ്റൽ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചായിരുന്നു. ഈ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? പെന്റെയിൻ. 5 കാർബൺ ഉള്ളത് കൊണ്ട് പെന്റ് എന്നും, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE എന്നും. അപ്പൊ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? പെന്റെയിൻ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതേ ആൽക്കെയിനിൽ ഒരു കുറേ ബ്രാഞ്ചസ് വന്നാൽ എങ്ങനെയാണ്, എത്തരത്തിലാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. ഈ കാണുന്ന ഒരു കോമ്പൗണ്ട് കണ്ടോ? ഇത് കണ്ടോ? കാർബണിന്റെ വലിയൊരു വള്ളി നീണ്ടു പോകുന്നുണ്ട്. ആ വള്ളിയിൽ നിന്ന് പുറത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ദാ തള്ളി കിടപ്പുണ്ട് മറ്റെന്തോ ഒരു സാധനം കണ്ടോ? അപ്പോൾ ഇത് ഏത് കാറ്റഗറിയിൽ വരും? ബ്രാഞ്ച് അല്ലെ? കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ആൽക്കെയിൻസ് ആണ് വിത്ത് ബ്രാഞ്ച് ആണ്. അപ്പൊ ഇങ്ങനെ ആൽക്കെയിൻസ് വിത്ത് ബ്രാഞ്ച് വന്നാൽ എങ്ങനെ പേര് കൊടുക്കാൻ നോക്കിയാലോ. ഇത്തരം കോമ്പൗണ്ടിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഒരു കാർബൺ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു കാർബൺ ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെ? ഒരു സിംഗിൾ ബോണ്ടിലൂടെ കാർബണുമായി ടച്ച് ആയി. ഈ ടച്ച് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒരു ചെയിൻ പോലെ വരുന്നുണ്ട്. കണ്ടോ? കാർബണിനെ ടച്ച് ചെയ്യുന്നു, ദെൻ ആ കാർബൺ മറ്റൊരു കാർബണിനെ ടച്ച് ചെയ്യുന്നു. ഇങ്ങനെ ടച്ച് ചെയ്ത് നല്ല നീളത്തിന് എന്ത് വരുന്നുണ്ട്? ചെയിൻ വരുന്നുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇതിൽ എത്ര ചെയിൻ പോസിബിൾ ആണ്. ഇതാ കണ്ടോ? ഇതൊരു ചെയിൻ അല്ലേ? നല്ല നീളത്തിനൊരു ചെയിൻ. അങ്ങനെ ഇതിനെ ഞാൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ ആ ചെയിനിൽ എനിക്ക് എത്ര കാർബണിനെ കാണാൻ സാധിക്കും? ഈ ചെയിനിൽ എനിക്ക് 5 കാർബൺ അല്ലേ? 1, 2, 3, 4, 5. ഇവിടെ എത്ര കാർബണാ ഉള്ളത്? 5 കാർബൺ. കണ്ടോ? അപ്പൊ ഈ ചെയിനിൽ എനിക്ക് എത്ര കാർബൺ വരുന്നുണ്ട്? 5 കാർബൺ. ചെയിൻ അല്ലാതെ ഇതൊരു ചെയിൻ അല്ലേ? ഈ കാർബണിനെ ടച്ച് ചെയ്യുന്നു, ഈ കാർബണിനെ ടച്ച് ചെയ്യുന്നു, ദെൻ ഇത് ഇങ്ങനെ ടച്ച് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് ഒരു വള്ളി പോലില്ലേ? ഇതും ഓക്കെ, ഇതും എന്താണ്? ഒരു ചെയിൻ ആണ്. അപ്പൊ ഇത്തരത്തില് ഈ കോമ്പൗണ്ടിൽ നമുക്ക് എത്ര ചെയിൻ പോസിബിൾ ആണെന്ന് നോക്കുക. അങ്ങനെ ഇത് നമ്മൾ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ ഈ ചെയിനിൽ എത്ര കാർബണാ ഉള്ളത്? ഈ ചെയിനിൽ 1 കാർബൺ, 2 കാർബൺ, 3 കാർബൺ, 4 കാർബൺ, 5 കാർബൺ. അപ്പൊ ഇതിലും എത്രയാ ഉള്ളത്? 5 കാർബൺ. ഇതല്ലാതെ വേറെ ചെയിൻ പോസിബിൾ ആണോ? നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയല്ലേ ഒരു ചെയിൻ. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി, രണ്ടാമത്തെ ചെയിൻ. ദെൻ നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നു, എത്രാമത്തെ ചെയിൻ? മൂന്നാമത്തെ ചെയിൻ. അപ്പൊ ഈ കോമ്പൗണ്ടിൽ നമുക്ക് 3 ചെയിൻ കിട്ടി. ഇതിലൊരു ചെയിൻ കൺസിഡർ ചെയ്തപ്പോൾ ആ ചെയിനിനുള്ളിൽ എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ ഉള്ള വലിയൊരു ചെയിനാണ് കിട്ടിയത്. ദെൻ ഇത്തരത്തിലുള്ള ഒരു ചെയിൻ നിങ്ങൾ കൺസിഡർ ചെയ്തപ്പോൾ അപ്പോഴും നിങ്ങൾക്ക് എത്ര കാർബൺ? 5 കാർബൺ വരുന്ന വലിയൊരു ചെയിൻ കിട്ടി. ദെൻ അതേസമയം നമ്മളിതാ ഇങ്ങോട്ട് കൺസിഡർ ചെയ്തപ്പോൾ എത്രയേ ഉള്ളൂ? 3 ഉള്ളൂ. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലിയ ചെയിൻ ഏതാണോ ആ ചെയിൻ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ച ഉടനെ തന്നെ അതിനെ ഒരു ബോക്സിന്റെ ഉള്ളിലാക്കി മാറ്റുക. അപ്പൊ ഇവിടെ നമുക്ക് 2 തവണ ഇങ്ങനെ ചെയ്തപ്പോഴും 5 കാർബൺ ഉള്ള ചെയിൻ കിട്ടി. അതല്ലാതെ ഇങ്ങനെ ചെയ്തപ്പോഴും നമുക്ക് എത്ര കിട്ടി?
5 കാർബൺ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചെയിനിനെ നിങ്ങൾ എന്തിനകത്താക്കുക, ബോക്സിനകത്താക്കുക. അങ്ങനെ ആക്കുമ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ സ്ട്രെയിറ്റ് എടുക്കുന്നതാണ്. ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനേക്കാളും നല്ലത് സ്ട്രെയിറ്റ് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കുന്നത് തന്നെയാണ് നല്ലത്, സ്ട്രെയിറ്റ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലേ, നിങ്ങൾ എന്താ ചെയ്തത്, ഈ കണ്ട ആളെ നിങ്ങൾ എന്ത് ചെയ്തു, എന്തിനകത്താക്കി, ബോക്സിനകത്താക്കി. എങ്കിൽ ഈ ബോക്സിന്റെ ഉള്ളിൽ കാണുന്ന ഈ കോമ്പൗണ്ടാണ് നമ്മുടെ എന്ത്, മെയിൻ ചെയിൻ. എന്നാൽ അതേസമയം ആ മെയിൻ ചെയിൻ ആ ബോക്സിൽ നിന്ന് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ വളരെ വളരെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ആ ഒരു സെക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രാഞ്ച്. അപ്പം നിങ്ങളുടെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്ന കോമ്പൗണ്ടിലെ എന്ത് കണ്ടുപിടിക്കുക, ബ്രാഞ്ചും മെയിൻ ചെയിനും കണ്ടുപിടിക്കുക. മെയിൻ ചെയിനും ബ്രാഞ്ചും കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? നീളം കൂടിയ ചെയിൻ നിങ്ങൾക്ക് എങ്ങനെ വേണോ എണ്ണി നോക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഒക്കെ നോക്കണം. അതിൽ ഏറ്റവും നീളം കൂടുതൽ എന്ന് പറയുമ്പോൾ കാർബണിന്റെ എണ്ണം കൂടുതൽ വരുന്ന ചെയിൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കാർബൺ ടച്ച് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ആ ഒരു വള്ളി, അത് ഏറ്റവും ലോങ്ങസ്റ്റ് അത് ഏതാണോ അതായിരിക്കും നിങ്ങളുടെ മെയിൻ ചെയിൻ. മെയിൻ ചെയിൻ കണ്ടുപിടിച്ചാൽ ഉടനെ ചെയ്യേണ്ട കാര്യം എന്താ, ആ കണ്ടുപിടിച്ച മെയിൻ ചെയിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ബോക്സിന്റെ ഉള്ളിലാക്കി പൂട്ടി വെക്കുക. അങ്ങനെയെങ്കിൽ ബോക്സിന്റെ ഉള്ളിലുള്ളത് മെയിൻ ചെയിനും ബോക്സിന്റെ പുറത്തോട്ട് കാണുന്നത് ബ്രാഞ്ചസ്. ഈ കോമ്പൗണ്ടിലെ മെയിൻ ചെയിൻ കണ്ടുപിടിച്ച് ഞാൻ എന്ത് ചെയ്തു, ഒരു ബോക്സിന്റെ ഉള്ളിലാക്കി അല്ലേ. ബോക്സിന്റെ ഉള്ളിലാക്കിയാൽ പോരാ, ബോക്സിന്റെ ഉള്ളിലാക്കി നമ്മളതിന് എന്ത് ചെയ്യാണ്, പൂട്ടി വെക്കുകയാണ്. ഞാൻ പൂട്ടി വെച്ചു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഓക്കെ, കാണാൻ പറ്റാത്ത രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, അതിനെ പൂട്ടി ഇങ്ങനെ പൂട്ടി വെച്ചു. ഇങ്ങനെ പൂട്ടി വെച്ച ശേഷം ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ, ഇരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൽ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് മാത്രമേ കാണാൻ പറ്റൂ, ഒരു പെട്ടി പൂട്ടി വെച്ചിട്ടുണ്ട് അല്ലേ. പക്ഷേ ആ പെട്ടിയിൽ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ ഒരു വള്ളി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? നമ്മൾ വള്ളിനെ പൂട്ടിയിട്ടില്ല, നമ്മൾ പെട്ടി മാത്രമേ പൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ വള്ളി ആരാണ്, അത് നമ്മുടെ ബ്രാഞ്ചാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് എന്ത് പറയും, ഞാൻ പെട്ടിയുടെ പുറത്തായിട്ട് എത്ര ബ്രാഞ്ച് കണ്ടു, ബോക്സിൽ നിന്ന് ഒരൊറ്റ വള്ളിയല്ലേ പുറത്തോട്ട് വരുന്നുള്ളൂ, ഞാൻ ഒരു ബ്രാഞ്ചിനെ കണ്ടു. ഓക്കെ, എങ്കിൽ ആ ബ്രാഞ്ചിന് നമുക്ക് പേര് കൊടുക്കണ്ടേ? ബ്രാഞ്ചിന് പേര് കൊടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ ആ വള്ളിയിൽ നിങ്ങൾ എത്ര കാർബണിനെ കാണുന്നുണ്ട്, അതായത് ബ്രാഞ്ചിൽ നിങ്ങൾ എത്ര കാർബണിനെയാണോ കാണുന്നത് അതിൻ്റെ അതിൻ്റെ വേർഡ് റൂട്ട് എഴുതുക. നമുക്ക് ഒരു കാർബൺ അല്ലേ, ഒരു കാർബൺ ആണെങ്കിൽ ഒറ്റ കാർബൺ ഉള്ളപ്പോൾ നമ്മൾ എന്തെന്നായിരുന്നത്, മെത്ത് എന്നായിരുന്നത്. ഓക്കെ, ദെൻ ഇത് ബ്രാഞ്ച് അല്ലേ, ബ്രാഞ്ചിന് നമ്മൾ മറ്റൊരു പേര് പഠിച്ചിട്ടുണ്ടല്ലോ. ബ്രാഞ്ചിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്, ബ്രാഞ്ചിനെ നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കും അല്ലേ. എന്ത് ഗ്രൂപ്പ് എന്നാ വിളിക്കുന്നത്, ആൽക്കൈലിന്റെ അവസാനം ഒരു YL കണ്ടോ. അപ്പം ബ്രാഞ്ച് ആണെങ്കിൽ കാർബണിന്റെ എണ്ണത്തോടൊപ്പം എന്തുകൂടെ ചേർക്കണം, ഒരു YL കൂടെ ചേർക്കണം. അപ്പോൾ ഒരൊറ്റ കാർബൺ മാത്രമുള്ള ഈ ബ്രാഞ്ചിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്, മീഥൈൽ. മെത്ത് എന്നത് കാർബണിന്റെ എണ്ണവും YL എന്നത് ബ്രാഞ്ചും. നമുക്ക് എന്തെന്ന് വിളിക്കാം, മീഥൈൽ. അപ്പൊ നിങ്ങൾ പറയാണ്, നിങ്ങൾ വേറെ ഒന്നും കണ്ടില്ല, നിങ്ങൾ എന്ത് മാത്രമേ കണ്ടുള്ളൂ, നിങ്ങൾ മീഥൈലിനെ മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ ഞാൻ പറയാം, ശരി, കണ്ട കാര്യങ്ങൾ എഴുതിക്കോ. അപ്പൊ നിങ്ങൾ എഴുതാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾ എന്തിനാ കണ്ടത്, നിങ്ങൾ മീഥൈലിനെ കണ്ടു. നിങ്ങൾ എഴുതി, നിങ്ങൾ എന്തിനെ കണ്ടു, മീഥൈലിനെ കണ്ടു. ഇനി എന്തെങ്കിലും കാണുന്നുണ്ടോ, ഇല്ല. ഇനി കാണാൻ പറ്റും എപ്പോ, ഞാൻ ആ പെട്ടി അങ്ങോട്ട് തുറന്നാ, പെട്ടിക്കുള്ളിലുള്ളത് ഇനി പെട്ടി തുറന്നാലേ കാണാൻ പറ്റും. അപ്പൊ ഇതിന് ഞാൻ ആ പെട്ടി അങ്ങ് തുറക്കാൻ പോവുകയാണേ. പെട്ടിക്കുള്ളിൽ എന്ത് കണ്ടു, പെട്ടിക്കുള്ളിൽ കാർബണിന്റെ വലിയൊരു ചെയിൻ ഉണ്ട് അല്ലെ. എത്ര കാർബൺ ഉണ്ട്, 1 2 3 4 5 5 കാർബൺ ഉള്ള വലിയൊരു ചെയിൻ ഉണ്ട് അല്ലെ. പെട്ടിക്കുള്ളിൽ 5 കാർബണിനെ നമ്മൾ പൊതുവെ എന്തെന്നാ വിളിക്കുന്നത്, 5 കാർബണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെന്റ്. എഴുതി. പിന്നെ കാർബണുകൾക്കിടയിൽ എന്ത് ബോണ്ടാണ്, ആ കാർബണുകൾക്കിടയിൽ നമ്മൾ കണ്ട ബോണ്ട് കണ്ടോ, ഈ ഓരോ കാർബണുകൾക്കിടയിൽ നമ്മൾ എന്ത് ബോണ്ടാ കാണുന്നത്, സിംഗിൾ ബോണ്ടാ കാണുന്നത്. സിംഗിൾ ബോണ്ട് വരുമ്പോൾ നമ്മൾ സാധാരണ എന്തെന്നാ എഴുതുന്നത്, സിംഗിൾ ബോണ്ട് വരുമ്പോൾ നമ്മൾ ANE എന്നായിരുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ എന്ത് കൂടെ ചേർത്തു, ഒരു ANE എന്ന് കൂടെ ചേർത്തു. ഇതൊന്നും എഴുതുമ്പോൾ എന്തിടാൻ പാടില്ല, ഗ്യാപ്പ് ഇടാൻ പാടില്ല. കണ്ട കാര്യങ്ങൾ ഓരോന്നായിട്ട് എഴുതി അല്ലേ. നമ്മൾ ആദ്യം എന്ത് കണ്ടു, ആദ്യം നമ്മൾ ബ്രാഞ്ചായിട്ട് ബ്രാഞ്ചിൽ ഒരു കാർബൺ കണ്ടു, അത് ബ്രാഞ്ച് ആയതുകൊണ്ട് YL എന്ന് എഴുതി. അപ്പൊ ബ്രാഞ്ചായിട്ട് നമ്മൾ ആരെ കണ്ടു, മീഥൈലിനെ കണ്ടു. പിന്നെ പെട്ടി തുറന്നപ്പോൾ പെട്ടിക്കുള്ളിൽ നമ്മൾ 5 കാർബണിനെ കണ്ടു. 5 കാർബൺ ആയതുകൊണ്ട് പെന്റ് എന്ന് എഴുതി. ദെൻ ആ കാർബണുകൾക്കിടയിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE എന്ന് എഴുതി. അപ്പൊ പേരെന്താ, മീഥൈൽ പെന്റെയിൻ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, പെട്ടി തുറന്നപ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഈ പെട്ടിയിൽ നമ്മുടെ ബ്രാഞ്ച് തൂങ്ങിക്കിടക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്താണെന്ന് അല്ലെ. എവിടെയെങ്കിലും ആണോ തൂങ്ങിക്കിടക്കുന്നത്, അതിനൊരു പൊസിഷൻ ഇല്ലേ. അപ്പൊ നമ്മൾ എന്തുകൂടി പറയണം, നമ്മുടെ ബ്രാഞ്ച് എവിടെയാണ് തൂങ്ങിയതെന്ന് അതിന്റെ പൊസിഷൻ കൂടെ പറയണം. എന്താ പറയാൻ പോകുന്നേ, നമ്മുടെ ബ്രാഞ്ച് അല്ലേ, നമ്മുടെ ഈ പറയുന്ന ഈ വള്ളി, ഈ ബ്രാഞ്ച് എവിടെയാണ് വന്നേക്കുന്നത്. അതിന് IUPAC പറയുന്നത്, നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും 2 ഡയറക്ഷനിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ഇട്ട് നോക്കണം. ആർക്ക് നമ്പർ ഇടണം, നമ്മുടെ മെയിൻ ചെയിൻ, അതായത് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്. ഇത് എത്രാമത്തെ കാർബൺ, 1ാമത്തെ കാർബൺ. 1ാമത്തെ കാർബണിൽ നിങ്ങൾ വള്ളീനെ കണ്ടോ, ഇല്ല. ഇത് എത്രാമത്തെ കാർബൺ, 2ാമത്തെ കാർബൺ. 2ാമത്തെ കാർബണിൽ നിങ്ങൾ വള്ളീനെ കണ്ടോ, കണ്ടു അല്ലേ. നിങ്ങൾ എവിടെ വെച്ചാ കണ്ടത്, 2ൽ വെച്ച് കണ്ടു. അപ്പൊ ഈ ഡയറക്ഷനിൽ നമ്മൾ നോക്കിയപ്പോ നമ്മൾ എവിടെ വെച്ചാ കണ്ടത്, 2ൽ വെച്ച് കാണുന്നുണ്ട്, 2ൽ. ഇതേപോലെ നമ്മൾ തിരിച്ചും ചെയ്യണം, മറ്റേ ഡയറക്ഷനിൽ നിന്ന് ഇങ്ങോട്ടും നമ്പർ ഇട്ട് നോക്കണം. അപ്പൊ ഇത് എത്രാമത്തെ കാർബൺ, 1ാമത്തെ കാർബൺ. വള്ളീനെ കണ്ടോ, ഇല്ല. ഇത് എത്രാമത്തെ കാർബൺ, 2ാമത്തെ കാർബൺ. കണ്ടോ,
ഇതുപോലെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റൈറ്റ് ചെയ്യുന്ന ലെഫ്റ്റിലോട്ട് എന്ത് ചെയ്യണം, നമ്പർ ഇടണം. ഇത് എത്രാമത്തെ കാർബൺ? ഒന്നാമത്തെ കാർബൺ. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ ബ്രാഞ്ചസിനെ? ഇല്ല. ഇത് രണ്ടാമത്തെ കാർബൺ. ഈ രണ്ടാമത്തെ കാർബണിനെ ടച്ച് ചെയ്തിട്ടാണോ ബ്രാഞ്ച് ഉള്ളത്? ഇല്ല. ഇത് മൂന്നാമത്തെ കാർബൺ. അപ്പോൾ ഇത് ഈ ഡയറക്ഷനിൽ നമ്മൾ വരുമ്പോൾ എത്രാമത്തെ കാർബൺ ആണ്? ഇത് നാലാമത്തെ കാർബൺ. ഈ നാലാമത്തെ കാർബണിലാണ് എന്ത് തൂങ്ങുന്നതായിട്ട് നിങ്ങൾ കാണുന്നത്? ബ്രാഞ്ച്. അപ്പോൾ ഈ ഡയറക്ഷനിൽ 4 കണ്ടു, എന്നാൽ ഈ ഡയറക്ഷനിൽ 2 കാണുന്നു. IUPAC പറയാണ് നിങ്ങൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നോക്കണം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നോക്കണം. അതിലേതാണോ ചെറുത് അത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എടുക്കാൻ. നോക്കിയേ, 4 അതോ നമ്മുടെ 2 ചെറുത്? ഏതാണ് ഏറ്റവും ലീസ്റ്റ് വേണം നമ്മൾ എടുക്കാൻ. അപ്പൊ ചെറുത് ഏതാ? 2. അപ്പൊ ബ്രാഞ്ചിന്റെ പൊസിഷൻ എത്രയാണ്? 2. ബ്രാഞ്ചിന് നമ്മൾ എന്ത് പേരാ കൊടുത്തത്? മീഥൈൽ അല്ലേ? അപ്പൊ ആ മീഥൈൽ തൂങ്ങുന്നത് എവിടെയാണ്? 2 ആ മീഥൈലിന്റെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ എന്തിടും? 2 ഇടും. ഇത് മാത്സ് അല്ലേ? 2 നമ്പർ അല്ലേ? ഇത് ഇംഗ്ലീഷ് ലെറ്റർ അല്ലേ? നമുക്കറിയാം, പണ്ടേ അറിയാം, മാത്സും ഇംഗ്ലീഷും തമ്മിൽ വലിയ ചേർച്ചയൊന്നുമില്ല. അതായത് IUPAC പറയാണ്, ഒരു ലെറ്ററും ഒരു നമ്പരും അടുത്തടുത്ത് വരികയാണെങ്കിൽ, ഒരു ലെറ്ററും ഒരു നമ്പരും അടുത്തടുത്ത് വരികയാണെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. അവരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരുടെ നടുക്കോട്ട് എന്തിട്ട് കൊടുക്കണം? ചെറിയൊരു വര ഇട്ട് കൊടുക്കണം. ഈ ചെറിയ കുഞ്ഞൻ വരയെ നമ്മൾ ഹൈഫൺ എന്നാ വിളിക്കുന്നുണ്ട്. ഇവിടെ എഴുതുന്നുണ്ട്. ഇതാണ് സ്പെല്ലിംഗ്. എന്താണ്? ഹൈഫൺ. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കിടപ്പുണ്ട്. ഇത് വേറെ എന്തോ സംഭവമാണെന്ന് വിചാരിക്കരുത്. ഈ കുഞ്ഞൻ വരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഫൺ. ഹൈഫൺ നമ്മൾ എവിടെ ഇട്ട് കൊടുത്തത്? ലെറ്ററിനും നമ്പറിനും ഇടയിൽ. ഇപ്പൊ കറക്റ്റ് ആയോ? അവിടെയും ഒരു കുഴപ്പമുണ്ട്. IUPAC നമ്മളെടുത്ത് പറയാണ്, നോക്കിയേ, ഇത്രയും ചെയ്താൽ പോരാ, ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ് ആ ഒരു കാര്യം എന്നറിയോ? നമ്മൾ ഒരു കോമ്പൗണ്ടിന് പേര് കൊടുക്കുമ്പോൾ ഇതിന് റെസ്പെക്ട് ഒക്കെ കൊടുക്കണ്ടേ? ആൾച്ചിട്ട് പാവല്ലേ? അതുകൊണ്ട് നമ്മൾ എഴുതുന്ന കോമ്പൗണ്ട് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. ഈ എഴുതിയിരിക്കുന്ന കോമ്പൗണ്ടിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? അത് EM അല്ലേ? അതുകൊണ്ട് M എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. ഓക്കെ, M എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. അപ്പൊ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? 2-methyl pentane. എന്താണ് പേര്? 2-methyl pentane. എന്തൊക്കെയാ? അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കും അല്ലേ? എന്നിട്ട് ലോങ്ങസ്റ്റ് ചെയിൻ എന്ത് ചെയ്യും? ആ പെട്ടിയുടെ ഉള്ളിലാക്കും. ഓക്കെ, എങ്കിൽ ഈ ഉള്ളിൽ കിടക്കുന്നതാണ് നമ്മുടെ മെയിൻ ചെയിൻ, പുറത്ത് കിടക്കുന്നതാണ് നമ്മുടെ ബ്രാഞ്ച്. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ബ്രാഞ്ചിന് പേര് കൊടുക്കും അല്ലേ? ബ്രാഞ്ചിന്റെ അടുത്തോട്ട് വരും. ഇത് പെട്ടിയിലിട്ട് പൂട്ടി വെച്ചില്ലേ? നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പം നമ്മൾ ഓടി ബ്രാഞ്ചിന്റെ അടുത്ത് വന്നു. ബ്രാഞ്ചിന്റെ അടുത്ത് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ബ്രാഞ്ചിൽ എത്ര കാർബണാണ് ഉള്ളത്? ബ്രാഞ്ചിൽ ഒരൊറ്റ കാർബണേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? മെത്ത് എന്നും ബ്രാഞ്ച് ആയതുകൊണ്ട് YL എന്നും വിളിച്ചു. അപ്പം പേരെന്താണ്? പേര് മീഥൈൽ. എന്നിട്ട് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ പെട്ടി പതുക്കെ തുറന്നപ്പോൾ ആ പെട്ടിയിൽ വലിയൊരു ചെയിൻ ഉണ്ടല്ലേ? ആ ചെയിനിൽ എത്ര കാർബൺ? 5 കാർബൺ ഇരിപ്പുണ്ട്. 5 എന്നായതുകൊണ്ട് നമ്മൾ ഏത് വേർഡ് റൂട്ട് കൊടുത്തു? പെന്റ്. ഇനി കാർബണും ഇടയിൽ എന്ത് ബോണ്ടാ? സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? ANE. ഇപ്പൊ നമുക്ക് കിട്ടിയ പേരെന്താണ്? മീഥൈൽ പെന്റെയിൻ. അടുത്ത് ഈ മീഥൈൽ എന്ന ബ്രാഞ്ച് എവിടെയാണ് തൂങ്ങിയത് എന്ന് അറിയണം അല്ലേ? അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്തത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ഇട്ടു, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എന്താ ഇങ്ങോട്ട് നമ്പർ ഇട്ടു അല്ലേ? ഒന്നാമത്തെ കാർബൺ, ഇത് രണ്ടാമത്തെ കാർബൺ. ആ രണ്ടാമത്തെ കാർബണിലല്ലേ ബ്രാഞ്ച് തൂങ്ങിയത്? അപ്പോ 2 തിരിച്ച് നമ്മൾ ഈ ഡയറക്ഷനിൽ ഇട്ടപ്പോ 1-ലില്ല, 2-ലില്ല, 3-ലില്ല, 4-ലാണ് തൂങ്ങിയത്. അപ്പൊ ഈ ഡയറക്ഷനിൽ എവിടെയാണ് തൂങ്ങിയത്? 4-ലാണ്. IUPAC എന്തെടുക്കണമെന്ന് പറഞ്ഞു? ചെറിയ നമ്പർ. 4 2 ചെറുത്? 2. അതുകൊണ്ട് നമ്മൾ ഏതെടുത്തു? 2 എടുത്തു. 2-ൽ ആര് തൂങ്ങി? മീഥൈൽ തൂങ്ങി. അപ്പൊ മീഥൈലിന്റെ ഫ്രണ്ടിൽ കൊണ്ടെന്ത് കൊടുത്തു? 2 കൊടുത്തു. ഇനി IUPAC എന്താ പറയുന്നത്? ഒരു ലെറ്ററും ഒരു നമ്പറും അടുത്തടുത്ത് വന്നാൽ വി ഹാവ് ടു പുട്ട് എ ഹൈഫൺ. പിന്നെ ഫസ്റ്റ് ലെറ്റർ മസ്റ്റ് ബി ക്യാപിറ്റൽ. അപ്പൊ ആരുടെ പേരെന്താണ്? 2-methyl pentane. അപ്പൊ കോമ്പൗണ്ടിന്റെ പേര് 2-methyl pentane. കോമ്പൗണ്ടിന്റെ പേര് കണ്ടോ? 2-methyl pentane. അപ്പൊ കോമ്പൗണ്ടിന്റെ പേര് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താ കൊടുത്തേക്കണേ? കണ്ടോ? ബ്രാഞ്ചിന്റെ പൊസിഷൻ കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ഹൈഫൺ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ബ്രാഞ്ചിന്റെ നെയിം കൊടുത്തു അല്ലേ? ഇതല്ലേ ബ്രാഞ്ചിന്റെ നെയിം. അപ്പോൾ ബ്രാഞ്ചിന്റെ പൊസിഷൻ കൊടുക്കുന്നു, ഹൈഫൺ കൊടുക്കുന്നു, ബ്രാഞ്ചിന്റെ നെയിം കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ കൊടുത്തേക്കുന്ന കണ്ടോ? പെന്റെയിൻ. ഇതെന്താണ്? ഇത് മെയിൻ ചെയിൻ ആണ്. അപ്പൊ 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ബ്രാഞ്ചിന്റെ പൊസിഷൻ, ദെൻ ബ്രാഞ്ചിന്റെ നെയിം, ദെൻ മെയിൻ ചെയിൻ. അതിൽ ബ്രാഞ്ചിന്റെ പൊസിഷനും അവിടെയും ലെറ്റർ നമ്പർ അടുത്തടുത്ത് വരുന്നത് കൊണ്ട് വി ഹാവ് ടു പുട്ട് എ ഹൈഫൺ. പിന്നെ ഫസ്റ്റ് നമ്മൾ എന്ത് കോമ്പൗണ്ട് നെയിം എഴുതിയാലും അതിന്റെ ഫസ്റ്റ് ലെറ്റർ മസ്റ്റ് ബി ക്യാപിറ്റൽ. അത് മറക്കരുത്. ആദ്യത്തെ ലെറ്റർ പോലും എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. അപ്പൊ എന്തൊരു ബ്രാഞ്ചിന്റെ പൊസിഷൻ വേണം, പിന്നെ ആ ബ്രാഞ്ചിന്റെ നെയിം വേണം. അപ്പൊ ഇവിടെ ഒരു നമ്പർ വരും, ഇവിടെ ഒരു ലെറ്റർ വരും. നമ്പറും ലെറ്ററും കൂടി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ഹൈഫൺ കൊടുക്കണം. പിന്നെ അതിന്റെ കൂടെ ഒരു മെയിൻ ചെയിനും കൂടെ ചേർത്ത് എഴുതണം. അപ്പൊ ഇതൊന്നും എഴുതുമ്പോൾ എന്തിടാൻ പാടില്ല? ഗ്യാപ്പ് ഇടാൻ പാടില്ല. പിന്നെ നമ്മുടെ ഫസ്റ്റ് ലെറ്റർ അത് എന്ത് തന്നെ ആയിരിക്കണം? ക്യാപിറ്റൽ തന്നെ ആയിരിക്കണം. അത് മറന്നു പോകരുത്. ഫസ്റ്റ് പേര് കൊടുത്താലോ? ദാ കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിൽ എത്ര ചെയിൻ പോസിബിൾ ആണെന്ന് നോക്കിയേ. ദാ ഇങ്ങോട്ടൊരു ചെയിൻ പോസിബിൾ ആണ് അല്ലേ? ഇങ്ങനെ പോസിബിൾ ആണെങ്കിൽ നീളത്തിന് പോകുന്ന ഈ ചെയിനിൽ എത്ര കാർബണാ ഉള്ളത്? 5 കാർബൺ ഉണ്ട്. ഗ്രീൻ ഷേപ്പിൽ ദാ ഇങ്ങോട്ട് പോസിബിൾ ആണ് അല്ലെ? ഗ്രീൻ കളറിൽ ദാ ഇവിടെ ഇങ്ങനെ തുടങ്ങി ദാ ഇങ്ങോട്ട് പോസിബിൾ ആണ്. ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടാവും? ഈ ചെയിനിൽ 4 കാർബണാ ഉള്ളത്. ഇനി പിങ്ക് കളറിൽ ഒരു ചെയിൻ കൂടെ വരയ്ക്കാം. ദാ ഇവിടെ നിന്ന് തുടങ്ങി ദാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരും.
ഓക്കെ, ഇതിലോ 4. ഇപ്പൊ മൊത്തം എത്ര ചെയിനാ പോസിബിൾ ആയിട്ടുള്ളത്? നമ്മൾ നേരത്തെ യെല്ലോ കളറിൽ വരച്ച ദാ ഈ ലോങ് ചെയിൻ, അതിലാണെങ്കിൽ എത്രയുണ്ട്? 5 ഉണ്ട്. പക്ഷെ ഗ്രീൻ കളറിൽ വരച്ചത് ഈ ചെയിനകത്ത് 4 കാർബണേ വരൂ. നീളം കൂടുതലാണോ? അല്ല, കുറവാണ്. പിങ്ക് കളർ വരച്ച ദാ ഇതിനകത്തോ അവിടെയും 4 ഉള്ളൂ. അപ്പൊ 3 ചെയിൻ ഉണ്ട്. അതിൽ ലോങ്ങസ്റ്റ് ഏതാ? അത് നമ്മൾ യെല്ലോ കളറിൽ വരച്ചതാണ്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? മെയിൻ ചെയിൻ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ച മെയിൻ ചെയിൻ നമുക്ക് എന്ത് ചെയ്യാം? ബോക്സിന്റെ ഉള്ളിലാക്കിയാലോ? ബോക്സിന്റെ ഉള്ളിൽ പൂട്ടി വെച്ചു, നമുക്കതിനെ കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്തുണ്ട്? ആ ബോക്സിന്റെ പുറത്ത് ആ ഒരു ബോക്സിൽ നിന്ന് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു വള്ളി ഉണ്ടല്ലേ, ബ്രാഞ്ച് ഉണ്ട്. അതിൽ എത്ര കാർബൺ? അതിൽ ഒരു കാർബൺ ആയതുകൊണ്ട് നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ഒരു കാർബൺ ആയതുകൊണ്ട് മെത്ത് എന്നും, ബ്രാഞ്ച് ആയതുകൊണ്ട് YL എന്നും. അപ്പൊ ഇവന്റെ പേരെന്താണ്? മീഥൈൽ. അപ്പൊ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയാ, എന്തൊക്കെ കണ്ടു? കണ്ട കാര്യം അങ്ങോട്ട് എഴുതിയേ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ കണ്ടത്? നിങ്ങൾ മീഥൈലിനെ കണ്ടു. വേറെ എന്തെങ്കിലും കണ്ടോ? ഇല്ല. ഇനി എപ്പോ കാണാൻ പറ്റും? പെട്ടി തുറന്നാൽ കാണാൻ പറ്റൂല്ലേ? അപ്പൊ നമ്മൾ പെട്ടി തുറക്കാൻ പോവുകയാണ്. ഇതാ ഈ പെട്ടി അങ്ങ് തുറക്കുമ്പോൾ നിങ്ങൾ എന്ത് കാണും? പെട്ടിയുടെ ഉള്ളിൽ നല്ല നീളത്തിനൊരു ചെയിൻ കാണും. ആ ചെയിൻ എത്ര കാർബൺ? 1 2 3 4 5. എത്രയുണ്ട്? 5 കാർബൺ ഉണ്ട്. 5 വന്നാൽ നമ്മൾ എന്തെന്നാ സാധാരണ വിളിക്കുന്നേ? പെന്റ്. അപ്പൊ എന്താ ചേർത്ത് അങ്ങോട്ട് എവിടെയാണ്? പെന്റ്. പിന്നെ ഇവയ്ക്കിടയിലുള്ള ബോണ്ട് എന്ത് ബോണ്ടാ? സിംഗിൾ ബോണ്ട് അല്ലേ? അപ്പൊ എന്തായി? ANE. എന്താ പേര്? മീഥൈൽ പെന്റെയിൻ. പക്ഷെ ഒരു കുഴപ്പമുണ്ടല്ലേ, ഈ വള്ളി എവിടെ വേണമെങ്കിലും വന്നൂടെ? അപ്പൊ നമ്മൾ എന്ത് കൂടി പറയണം? ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ കൂടി പറയണം. പൊസിഷൻ പറയാൻ വേണ്ടി നമ്മൾ ആദ്യം ഇവിടെ നിന്ന് എങ്ങോട്ട് നോക്കും? നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്, ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലോട്ട് നോക്കും. ഇത് എത്രാമത്തെ കാർബൺ? ഒന്നാമത്തെ കാർബൺ. ബ്രാഞ്ച് കണ്ടോ? ഇല്ല. 2 കണ്ടോ? ഇല്ല. 3 കണ്ടോ? മൂന്നാമത്തെ കാർബണിന്റെ അടുത്ത് നിങ്ങൾ ബ്രാഞ്ചിനെ കണ്ടു അല്ലേ? ഈ ഡയറക്ഷനിൽ എണ്ണിയപ്പോൾ നിങ്ങൾ എവിടെ കണ്ടു? 3 കണ്ടു. നിങ്ങൾ എണ്ണയാണെങ്കിൽ 1 കണ്ടോ? ഇല്ല. 2 കണ്ടോ? ഇല്ല. 3 കണ്ടോ? കണ്ടു. ഈ ഡയറക്ഷനിൽ നിങ്ങൾ എവിടെ കണ്ടു? 3. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് 3, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 3. IUPAC എന്തെടുക്കാനാ പറയുന്നേ? ചെറുത്. 2 3 അതിലേതാ ചെറുത്? ഒരു 3 എടുത്താൽ പോരെ? 3 നിങ്ങൾ ആരെയാ കണ്ടത്? മീഥൈലിനെ കണ്ടു. അപ്പൊ മീഥൈലിന്റെ ഫ്രണ്ടില് നമ്മൾ എന്ത് കൊടുക്കും? 3 കണ്ടു എന്ന് എഴുതും. ലെറ്റർ നമ്പറും അല്ലേ? ലെറ്റർ നമ്പറും ആയതുകൊണ്ട് എന്ത് കൊടുക്കും? ഹൈഫൻ കൊടുക്കും. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുക്കും. അപ്പൊ ആളുടെ പേരെന്താണ്? 3 മീഥൈൽ പെന്റെയിൻ. എന്നത് ആ ബ്രാഞ്ചിന്റെ പൊസിഷൻ. ബ്രാഞ്ച് വന്നേക്കുന്നത് 3ാമത്തെ കാർബണിലാണ്. ദെൻ മെയ്തൈൽ എന്നത് ബ്രാഞ്ചിന്റെ നെയിം. ഒരൊറ്റ ബ്രാഞ്ചേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? മീഥൈൽ എന്ന് പറഞ്ഞു. ദെൻ പെന്റെയിൻ എന്നത് അവിടുത്തെ മെയിൻ ചെയിൻ. അപ്പൊ 3 ഭാഗമാണേ ഉള്ളത്. ഒന്ന് ബ്രാഞ്ചിന്റെ പൊസിഷൻ, ബ്രാഞ്ചിന്റെ നെയിം, പിന്നെ നമ്മുടെ മെയിൻ ചെയിൻ. അതിൽ ലെറ്റർ നമ്പറിനിടയ്ക്ക് ഹൈഫൻ ഇടാൻ മറക്കരുത്. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ഇടാനും മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? ഇവിടെ നമ്മൾ ഈ പഠിച്ചതുപോലെ നമുക്ക് നോക്കാം എത്ര ചെയിൻ വരുന്നുണ്ടെന്ന് അല്ലേ. ഇതാ ഇങ്ങനെ ഒരു ചെയിൻ വരുന്നുണ്ട് അല്ലേ? ഈ ചെയിനിൽ എത്ര കാർബൺ വരുന്നുണ്ട്? 4 കാർബൺ വരുന്നുണ്ട്. ഇനി ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇതാ ഇങ്ങോട്ടൊരു ചെയിൻ, യെല്ലോ കളറിൽ ഒരു ചെയിൻ വരുന്നുണ്ട് അല്ലേ? അതിലും എത്രയുണ്ട്? 4 ഉണ്ട്. ഇനി ഇതാ റെഡ് കളറിൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇതാ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിൽ എത്രയേ ഉള്ളൂ? 3 ഉള്ളൂ. അപ്പൊ നിലവിൽ എത്ര ചെയിൻ ഉണ്ട് ഇവിടെ? 3 കാർബൺ തൊട്ട് പോകുന്ന വലിയ വള്ളികളായിട്ട് ഇവിടെ 3 എണ്ണമാണുള്ളത്. അതിൽ ബ്ലൂ കളർ 4 കാർബൺ വരുന്നുണ്ട്. യെല്ലോ കളറിൽ ആ ഡയറക്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ 4 വരുന്നുണ്ട്. പക്ഷെ റെഡിന്റെ ഡയറക്ഷനിൽ എടുക്കുമ്പോൾ എത്രയേ വരുന്നുള്ളൂ? 3. നമ്മൾ എന്തെടുക്കണം? ലോങ്ങസ്റ്റ്. ഇവിടുത്തെ ലോങ്ങസ്റ്റ് 4 കാർബൺ വരുന്നത്. അത് എത്ര രീതിയിൽ എടുക്കാം? 2 രീതിയിൽ എടുക്കാം. പക്ഷെ നിങ്ങൾ മാക്സിമം സ്ട്രേറ്റ് കിട്ടുവാണെങ്കിൽ സ്ട്രേറ്റ് എടുക്കുന്നതാണ് നല്ലത്. ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ചെയിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ബോക്സിന്റെ ഉള്ളിലാക്കുന്നു. ഇതാ ബോക്സിന്റെ ഉള്ളിലാക്കി. അങ്ങനെയെങ്കിൽ ബോക്സിന്റെ ഉള്ളിലുള്ളത് ആരാണ്? നമ്മുടെ മെയിൻ ചെയിനും ബോക്സിന്റെ പുറത്ത് കാണുന്നത് ആരാണ്? ഇത് ബ്രാഞ്ചുമാണ്. ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. ഇത് ഞാൻ പൂട്ടി വെച്ചു. നിങ്ങളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് കണ്ടു? നിങ്ങൾ പറയും ഒരു ബ്രാഞ്ച് കണ്ടു അല്ലേ? ഈ പെട്ടിയിൽ നിന്ന് ഒരൊറ്റ തള്ളല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പറയും ഒരു ബ്രാഞ്ച് കണ്ടു, അതിൽ ഒരു കാർബൺ ആയതുകൊണ്ട് മെത്തും, ബ്രാഞ്ച് ആയതുകൊണ്ട് YL. അപ്പൊ നിങ്ങൾ എന്താ കണ്ടത്? മീഥൈൽ കണ്ടു. കണ്ടത് അങ്ങോട്ട് എഴുതാവോ? നിങ്ങൾ എന്താ കണ്ടത്? മീഥൈൽ കണ്ടു. എന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞു അല്ലേ? പെട്ടി തുറന്നപ്പോൾ നിങ്ങൾ എന്ത് കണ്ടു? വലിയൊരു ചെയിൻ കണ്ടു. അതിൽ എത്ര കാർബൺ? 4 കാർബൺ. 4 വന്നാൽ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ബ്യൂട്ട് എന്നാണ് വിളിക്കുന്നത്. 4 വരുമ്പോൾ വിളിക്കുന്ന പേരെന്താണ്? ബ്യൂട്ട്. അതിനകത്തോട്ട് നമ്മൾ എന്ത് കൂടി ചേർക്കും? സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. അപ്പൊ പേരെന്താണ്? മീഥൈൽ ബ്യൂട്ടൈൻ. എന്തോ ഒരു കാര്യം മിസ്സിംഗ് അല്ലേ? നമ്മൾ പൊസിഷൻ പറഞ്ഞില്ല. നോക്കാം. ഈ ലെഫ്റ്റിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ട് ഇടുമ്പോൾ ഇത് എത്രാമത്തെ കാർബൺ? 1ാമത്തെ കാർബൺ. ഇത് 2ാമത്തെ കാർബൺ. ഇത് 3ാമത്തെ കാർബൺ. അപ്പൊ ബ്രാഞ്ച് വന്നേക്കുന്നത് എവിടെയാണ്? 3ലാണ്. തിരിച്ച് നമ്മളിതാ ഈ ഡയറക്ഷനിൽ ഇടുവാണെങ്കിൽ ഇത് എത്രാമത്തെ കാർബൺ? 1ാമത്തെ കാർബൺ. ഇത് 2ാമത്തെ കാർബൺ. അപ്പൊ ബ്രാഞ്ച് വന്നേക്കുന്നത് എവിടെയാണ്? 2ലാണ്. 2ആണോ 3ആണോ ചെറുത്? ലീസ്റ്റ് എടുക്കണം. 2ആണ് ചെറുത്. അപ്പൊ നമ്മൾ 2 എന്ന പൊസിഷൻ ഇതിന്റെ ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കും. 2 ലെറ്റർ നമ്പർ ആണ്. ഹൈഫൺ വേണം. ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. കോമ്പൗണ്ടിന്റെ പേരെന്താണ്? 2 മീഥൈൽ ബ്യൂട്ടൈൻ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ കോമ്പൗണ്ട് ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഈ കോമ്പൗണ്ട് നേരത്തെ പോലെ അല്ലേ? കുറച്ചൊക്കെ വള്ളികൾ കൂടുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. ഈ കോമ്പൗണ്ടിൽ നമുക്ക് എത്ര ചെയിൻ പോസിബിൾ ആണെന്ന് നോക്കാം. ഇവിടെ ഞാനിങ്ങനെ ഗ്രീൻ കളറിൽ വരയ്ക്കുന്നത് ഈ ഒരു ചെയിൻ കണ്ടോ? ഒരിടത്തുനിന്ന് തുടങ്ങുന്നു, അതിങ്ങനെ നീട്ടി ഒരിടത്തുമ്പോൾ അവസാനിക്കുന്നു. ഇതൊരു ചെയിൻ അല്ലേ? ഈ ചെയിനിൽ എത്ര കാർബണാ ഉള്ളത്? 4 ഉണ്ട്. ഇനി ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് വരുന്നൊരു ചെയിൻ ഉണ്ട് അല്ലേ? ആ ചെയിനിൽ എത്രയുണ്ട്? 3 ഉള്ളൂ. ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് വരുന്നൊരു ചെയിൻ ഉണ്ട് അല്ലേ? അതിലും എത്രയേ ഉള്ളൂ? 3 ഉള്ളൂ. ഇനി ഏതെങ്കിലും ചെയിനിന് പോസിബിലിറ്റി ഉണ്ടോ?
ഉണ്ട്. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. നമ്മൾ ഫുള്ള് നോക്കണം. ദാ ഈ റെഡ് കളറിൽ ദാ ഇവിടെ നിന്ന് തുടങ്ങി ദാ ഇങ്ങോട്ട് വന്ന് ദാ താഴോട്ട് വരുന്നുണ്ട്. കണ്ടോ? ഇതും ഒരിടത്ത് തുടങ്ങി ഒരിടത്ത് അവസാനിക്കുന്ന ചെയിൻ അല്ലേ? ഇതിലും എത്രയാണുള്ളത്? 4 ആണുള്ളത്. അപ്പൊ ചെറിയ നമ്പറിനെ നോക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് ആരെ മാത്രം നോക്കിയാൽ മതി? വലിയ ചെയിൻ, ലോങ്ങസ്റ്റ് ചെയിൻ നോക്കിയാൽ പോരെ? അപ്പൊ ലോങ്ങസ്റ്റ് ചെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്ര ചെയിനാ ഉള്ളത്? ലോങ്ങസ്റ്റ് ചെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ 2 ചെയിൻ ഉണ്ട് അല്ലെ? 4 എണ്ണം വരുന്ന ഇതുകൊണ്ട് ദാ ഈ ഡയറക്ഷനിൽ 4 എണ്ണം വരുന്നുണ്ട്. നമുക്ക് എപ്പോഴും സ്ട്രേറ്റ് എടുക്കുന്നതല്ലേ നല്ലത്. അപ്പൊ നമുക്ക് സ്ട്രേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ആളെ നമുക്ക് എന്ത് ചെയ്യാം? മെയിൻ ചെയിൻ ആക്കി ബോക്സിന്റെ ഉള്ളിലിടാം. ബോക്സിന്റെ ഉള്ളിൽ വരുന്നത് മെയിൻ ചെയിനും ബോക്സിൽ നിന്ന് പുറത്തോട്ട് പ്രൊജക്ട് ചെയ്ത് വരുന്നത് ബ്രാഞ്ചസും ആണ്. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഈ ബോക്സിന്റെ ഉള്ളിലുള്ളത് മെയിൻ ചെയിൻ, അങ്ങനെയാണെങ്കിൽ ഈ ബോക്സിന്റെ പുറത്തോട്ട് പ്രൊജക്ട് ചെയ്ത് കാണുന്നത് അത് ബ്രാഞ്ചസ്. അങ്ങനെ എത്ര പ്രൊജക്ഷൻസ് ഉണ്ട്? ദാ ഇവിടെ ഒരാളുണ്ട്, കണ്ടോ? ഒരു ബ്രാഞ്ച്. അതുപോലെ ദാ ഇവിടെ നിന്ന് അകത്ത് നിന്ന് പുറത്തോട്ട് ഒരു തള്ളുണ്ട്. അപ്പൊ എത്ര ബ്രാഞ്ച് ഉണ്ട്? 2 ബ്രാഞ്ച് ഉണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെ ബ്രാഞ്ചിന്റെ അടുത്തോട് നമ്മൾ നടന്നു പോയി അല്ലെ? ആദ്യത്തെ ബ്രാഞ്ചിൽ എത്ര കാർബൺ? 1 കാർബൺ. എന്താണ് പേര്? മെത്ത്. ബ്രാഞ്ച് ആയതുകൊണ്ട് YL. അടുത്തതിലോട്ട് വന്നേ. രണ്ടാമത്തെ ബ്രാഞ്ചിലും എത്ര കാർബൺ? 1 കാർബൺ. ബ്രാഞ്ച് ആയതുകൊണ്ട് YL. ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ എന്തിനെ കണ്ടു? മീഥൈലിനെ കണ്ടു. എത്ര മീഥൈലിനെ കണ്ടു? 2. നമ്മൾ 2 എന്ന് കാണിക്കാൻ നമ്മൾ കൊടുക്കുന്ന വാക്കാണ് ഡൈ. ഡൈ എന്നാൽ 2, TRI ട്രൈ എന്നാൽ 3, TETRA ടെട്ര എന്നാൽ 4. അപ്പൊ ഇവിടെ നിങ്ങൾ എന്നോട് പറയും, ഞാൻ ആരെ കണ്ടു? എഴുതുകയാണ്. ഞാൻ ആരെ കണ്ടു? മീഥൈലിനെ കണ്ടു. എത്ര മീഥൈലിനെ കണ്ടു? 2 മീഥൈലിനെ കണ്ടു. എങ്ങനെ എഴുതി? ഡൈ എന്ന് എഴുതി അല്ലേ? ഡൈ മീഥൈൽ. അപ്പൊ ബ്രാഞ്ച് കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ എങ്ങോട്ട് പോയി നോക്കണം? ഇനി നമ്മൾ നമ്മുടെ മെയിൻ ചെയിനിലോട്ട് പോയി നോക്കണം. മെയിൻ ചെയിനിൽ പോയി നോക്കുമ്പോൾ മെയിൻ ചെയിനിൽ എത്ര കാർബണാ ഉള്ളത്? മെയിൻ ചെയിനിൽ 1, 2, 3, 4 വരുന്നതുകൊണ്ട് 4 വന്നാൽ നമ്മൾ എന്ത് പേര് പറഞ്ഞാ വിളിക്കുന്നേ? 4 വരുമ്പോൾ നമ്മൾ ബ്യൂട്ട് എന്ന് വിളിക്കും. അപ്പൊ എന്താ എഴുതുകയാണേ? ബ്യൂട്ട്. സിംഗിൾ ബോണ്ട് അല്ലേ? സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഇപ്പൊ നിങ്ങൾക്ക് പേര് കിട്ടി, ഡൈ മീഥൈൽ ബ്യൂട്ടൈൻ. പക്ഷെ നമ്മൾ എന്ത് എഴുതിയില്ല? പൊസിഷൻ എഴുതിയില്ല അല്ലേ? അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് പൊസിഷൻ. ഇനി റൈറ്റിലോട്ട് നോക്കുവാണെങ്കിൽ ഇത് എത്രാമത്തെ കാർബൺ? 1ാമത്തെ കാർബൺ. ഇതോ 2ാമത്തെ കാർബൺ. ഈ 2ാമത്തെ കാർബണിൽ ബ്രാഞ്ച് ഉണ്ടോ? ഒന്നിലില്ല. ഇത് എത്രാമത്തെ കാർബൺ? 1ാമത്തെ കാർബൺ. ബ്രാഞ്ച് ഇല്ല. ഇത് 2ാമത്തെ കാർബൺ. ബ്രാഞ്ച് ഉണ്ടോ? ഈ ഒരു ബ്രാഞ്ച് അല്ലേ? ഈ ഒരു ബ്രാഞ്ചിന്റെ പൊസിഷൻ എവിടെയാണ്? 2ലാണ്. ഇനി ഇത് എത്രാമത്തെ കാർബൺ? 3. അപ്പൊ ഈ ഇരിക്കുന്ന ആളിന്റെ പൊസിഷൻ 3ലാണ്. അപ്പൊ നമുക്ക് എവിടെയൊക്കെയാ കിട്ടിയത്? 2ലും കിട്ടി, 3ലും കിട്ടി. 23 അല്ല കേട്ടോ, 2ലും കിട്ടി, 3ലും കിട്ടി. 2 ഉണ്ട്, 3 ഉണ്ട്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഡയറക്ഷനിൽ നോക്കാം. ഇത് 1ാമത്തെ കാർബൺ. ഇവിടെ ഉണ്ടോ? ഇല്ല. ഇത് 2ാമത്തെ കാർബൺ. ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഈ ഇരിക്കുന്ന ബ്രാഞ്ചിന്റെ പൊസിഷൻ 2ആണ്. ദെൻ ഈ ഇരിക്കുന്ന ബ്രാഞ്ചിന്റെ പൊസിഷൻ നെക്സ്റ്റ് 3ആണ്. അപ്പൊ 2ഉം 3ഉം. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് IUPAC എന്ത് പറയുന്നുണ്ട്? ചെറുതെടുക്കണമെന്നല്ലേ? അപ്പൊ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് ഏത് ചെറുതെടുക്കണമെന്ന് കൺഫ്യൂഷൻ വരും. അപ്പൊ ഇതില് ചെറുതാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പതുക്കെ ആരും കാണാതെ അവരൊന്ന് കൂട്ടി നോക്കിയാൽ മതി. ഇവിടെ എത്രയാ? 2ഉം 3ഉം. അപ്പൊ 2ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും? 5 ആണല്ലേ? മൈൻഡ് ഇരുന്നോട്ടെ. എത്രയാ? 5. അപ്പൊ ഈ 5 എന്നുള്ള നമ്പർ മൈൻഡ് ഇരുന്നോട്ടെ. ഇപ്പുറത്തോട്ട് വന്നാൽ ഈ 2ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ അവിടെ കിട്ടുന്നതും 5 ആണ്. ഇവിടെ ഇപ്പൊ രണ്ടിടത്തും സെയിം ആയതുകൊണ്ട് പ്രശ്നമില്ല. അഥവാ ഇതിൽ ഒരാൾ ചെറുതും ഒരാൾ വലുതും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചെറുത് കിട്ടിയത് ഏത് നമ്പേഴ്സ് നമ്മൾ കൂട്ടിയപ്പോഴാണെന്ന് നോക്കുക. ഇവിടെ ഇപ്പൊ അവിടെയും 5 ആണ്, ഇവിടെയും 5 ആണ്. അപ്പൊ നമ്മൾ എന്തെടുക്കും? 5 കിട്ടാൻ കാരണം ഇതെടുത്താലും 2ഉം 3ഉം ആണ്, ഇതെടുത്താലും 2ഉം 3ഉം ആണ്. അപ്പൊ എവിടേക്കാ പൊസിഷൻ വരുന്നത്? ഇങ്ങോട്ട് എണ്ണുമ്പോഴും 2ലും 3ലും, ഇങ്ങോട്ട് എണ്ണുമ്പോഴും 2ലും 3ലും. അപ്പൊ നമ്മൾ ആ നമ്പർ പൊസിഷൻ ആയിട്ട് എഴുതും അല്ലെ? ഇത് എഴുതുമ്പോൾ ശ്രദ്ധിച്ചോളണം, 2, 3 എന്ന് എഴുതാവൂ, അല്ലാണ്ട് 3, 2 എന്ന് എഴുതാൻ പാടില്ല. ചെറിയ നമ്പർ വേണം ഫസ്റ്റ് എഴുതാൻ. അപ്പൊ ഇവിടെ വന്നു 2ലും വന്നു, പിന്നെ 3ലും വന്നു. ഓക്കെ. ഇനി എന്ത് വേണം? നമ്മൾ പഠിച്ചതനുസരിച്ച് ലെറ്റർ നമ്പറിന് ഇടയ്ക്ക് ഹൈഫൺ വേണം. പിന്നെ എന്തുണ്ട്? ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ വേണം. നേരത്തെ കണ്ടോ മീഥൈലിന്റെ M ആയിരുന്നു ക്യാപിറ്റൽ, പക്ഷെ ഇവിടെ വന്നപ്പോൾ ഡൈന്റെ D ആയി ക്യാപിറ്റൽ. ഇത് നമ്മൾ ഒരാളുടെ അടുത്ത് വായിക്കാൻ പറഞ്ഞാൽ ആൾ എന്തെന്ന് വായിക്കും? 23 എന്ന് വായിക്കും അല്ലേ? ഇത് 23 ആണോ? ഇല്ല, ഇത് 2ഉം 3ഉം ആണ്. ഇത് 2ഉം 3ഉം, അതായത് ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് വരുമ്പോൾ അവരെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ നമ്പേഴ്സിന്റെ ഇടയ്ക്ക് എന്ത് കൊടുക്കണം? കോമ കൊടുക്കണം. അപ്പൊ എന്താണ് പേര്? 2,3 ഡൈ മീഥൈൽ ബ്യൂട്ടൈൻ. 2, 3 എന്നത് ഇരിക്കുന്ന ബ്രാഞ്ചിന്റെ പൊസിഷനും, ദെൻ മീഥൈൽ എന്നത് ബ്രാഞ്ചിന്റെ പേരും, അത് 2 വട്ടം വന്നതുകൊണ്ട് ഡൈ എന്ന വാക്കും, ദെൻ ബ്യൂട്ടൈൻ എന്നത് അവിടുത്തെ മെയിൻ ചെയിനുമാണ്. ഈ കോമ്പൗണ്ടിന് എങ്ങനെയാ പേര് കൊടുക്കേണ്ടേ? നമുക്ക് നോക്കാം. ഇങ്ങോട്ടൊരു ചെയിൻ വരുന്നുണ്ട് അല്ലേ? എത്ര വരുന്നുണ്ട്? 4 കാർബൺ. ഇങ്ങോട്ടൊരു ചെയിൻ പോകുന്നുണ്ട് അല്ലേ? എത്ര കാർബൺ? 1, 2, 3, 4, 5, 5. ഇങ്ങോട്ട് ഒരു ചെയിൻ പോകുന്നുണ്ട്, കണ്ടോ? എത്ര കാർബൺ? 1, 2, 3, 4, 5, 6. നോക്ക്, 4 വന്നു, 5 വന്നു, 6 വന്നു. നമ്മൾ ഏതെടുക്കും? വലുതെടുക്കും. വലുതേതാ? 6. ആ വലിയ ചെയിനെ നമ്മൾ എന്ത് ചെയ്യും? ബോക്സിനകത്താക്കും.
ബോക്സിനകത്താക്കി നമ്മൾ എന്ത് ചെയ്തു? പൂട്ടി വെച്ചു അല്ലേ? ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് ചോദിക്കാൻ, നിങ്ങൾ എന്ത് കണ്ടു? അപ്പൊ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ ബോക്സിൽ നിന്ന് ഒരൊറ്റ തള്ളു കണ്ടു, ഒരൊറ്റ ബ്രാഞ്ച് കണ്ടു. അവിടെ ഇരിക്കുന്നത് ആരാ? ഒരു കാർബൺ ആണ്. അപ്പൊ നിങ്ങൾ ഓടി വന്നിട്ട് പറയും, നിങ്ങൾ എന്ത് കണ്ടു? നിങ്ങൾ മീതായിൽ കണ്ടു. ഞാൻ പറയാണ്, ആ കണ്ടതങ്ങോട്ട് എഴുതിക്കോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് എഴുതുകയാണ്. നിങ്ങൾ എന്തിനെ കണ്ടു? മീതായിലിനെ കണ്ടു. ഇനി വേറെ ഒന്നുമില്ല കാണാൻ. പെട്ടി തുറക്കണം. കഴിയുമ്പോൾ പെട്ടി തുറക്കുമ്പോൾ പെട്ടിക്കുള്ളിൽ നിങ്ങൾ എത്ര കാർബൺ കാണും? 1 2 3 4 5 6 6 കാർബൺ കണ്ടാൽ നമ്മൾ എന്തെന്ന് വിളിക്കും? ഹെക്സിന്റെ കൂടെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. പേരെന്താണ്? മീഥൈൽ ഹെക്സേൻ. കംപ്ലീറ്റ് ആയോ? ഇല്ല. എന്ത് കൂടി പറയണം? പൊസിഷൻ കൂടി പറയണം അല്ലേ? അപ്പൊ നമുക്ക് ഒരു അരുവിയിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ഒരു ഡയറക്ഷനിൽ നിന്ന് മറ്റൊരു ഡയറക്ഷനിലോട്ട് നോക്കും അല്ലേ? അപ്പൊ ഈ ഡയറക്ഷനിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്നാണോ തുടങ്ങേണ്ടത്? ഇതാണോ ഒന്ന്? അല്ല കേട്ടോ. അതായത് ഈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലോട്ടാണ്. അപ്പൊ ഇവിടെ 2 എൻഡിലേ ഉള്ളൂ. ഇതൊരു എൻഡാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഇത് 1, ഇത് 2. കണ്ടോ? ഇല്ല. ഇത് 3. കണ്ടില്ലേ? മൂന്നാമത്തെ കാർബണിലാണ് നിങ്ങളുടെ ബ്രാഞ്ച് തൂങ്ങിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഡയറക്ഷൻ അല്ലേ? ഈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഈ സൈഡിലുള്ള എൻഡിൽ നിന്ന് ഇങ്ങോട്ട്. അപ്പൊ എവിടെയാ കണ്ടത്? 3 കണ്ടു. ഇനി ഈ ഡയറക്ഷനിലോട്ട് നോക്കിയാലോ? ഇത് 1ാമത്തെ കാർബൺ. ഇല്ല. 2ലില്ല, 3ലില്ല. ഇവിടെ കണ്ടു 4ാമത്തെ കാർബണിൽ തൂങ്ങി നിപ്പുണ്ട്. ഈ ഡയറക്ഷനിൽ 4ആണ്. നിങ്ങൾ ഏതെടുക്കും? ചെറുതെടുക്കും. 3ആണോ 4ആണോ ചെറുത്? 3. അപ്പൊ നമ്മുടെ നമ്പർ ഏതാ? 3. മീഥൈലിന്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് കൊടുത്തു? 3 കൊടുത്തു. പിന്നെ എന്ത് വേണം? ലെറ്റർ നമ്പർ, ഹൈഫൺ വേണം, മറക്കരുത്. പിന്നെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. കോമ്പൗണ്ടിന്റെ പേരെന്താണ്? 3 മീഥൈൽ ഹെക്സെയിൻ. ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? 3 മീഥൈൽ ഹെക്സെയിൻ. 3 എന്താ? ആ ബ്രാഞ്ചിന്റെ പൊസിഷൻ. മീഥൈൽ എന്താ? ഇവിടുത്തെ ബ്രാഞ്ച്. ഒരൊറ്റ ബ്രാഞ്ചേ ഉള്ളൂ. ഈ കാണുന്നതാണ് ആ ബ്രാഞ്ച്. ഇനി ഈ കാണുന്ന ഹെക്സെയിൻ എന്താ? ഹെക്സെയിൻ എന്നത് ഇവിടുത്തെ മെയിൻ ചെയിൻ ആണ്. അപ്പോൾ ഈ കോമ്പൗണ്ടിന്റെ പേര് നമുക്ക് നോക്കിയാലോ? ഇങ്ങോട്ടൊരു ചെയിൻ ഉണ്ടല്ലേ? 3 ഉള്ളൂ. അതുപോലെ ഇങ്ങോട്ടൊരു ചെയിൻ ഉണ്ടല്ലേ? 1 2 3 4 5 6 6 ഉണ്ട്. അതുപോലെ ഇങ്ങോട്ടൊരു ചെയിൻ ഉണ്ട്. അവിടെയും എത്രയുണ്ട്? 6 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു 6 എടുക്കൂല്ലേ? അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബോക്സിന്റെ ഉള്ളിലാക്കുന്നു. പൂട്ടി വെച്ചു. നിങ്ങളെ വിളിച്ചു. നിങ്ങൾ പറയാണ് ഒരൊറ്റ ബ്രാഞ്ചേ ഉള്ളൂ. ബ്രാഞ്ചിന്റെ പേര് ഒറ്റ കാർബൺ, YL മീഥൈൽ. ഓക്കെ, പെട്ടി തുറക്കുക എന്ന് പറയാണ്. അപ്പൊ കണ്ട കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ എഴുതാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എഴുതുകയാണ്. നിങ്ങൾ എന്ത് കണ്ടു? മീഥൈൽ കണ്ടു. പെട്ടി തുറക്ക്. ഞാൻ പെട്ടി തുറന്നു. പെട്ടി തുറന്നപ്പോൾ പെട്ടിക്കുള്ളിൽ എത്ര കാർബൺ? പെട്ടിക്കുള്ളിൽ 6 കാർബൺ. 6 കാർബൺ ആയതുകൊണ്ട് നമ്മൾ എന്തെന്ന് എഴുതും? ഹെക്സ് എന്ന് എഴുതും. പിന്നെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എന്തെന്ന് എഴുതും? ANE എന്ന് എഴുതും. അപ്പൊ എന്താ പേര്? മീഥൈൽ ഹെക്സേൻ. കംപ്ലീറ്റ് ആയോ? ഇല്ല. എന്തുകൂടി വേണം? പൊസിഷൻ വേണം അല്ലേ? അപ്പൊ ഈ ഡയറക്ഷനിൽ നോക്കിയേ. 1ലുണ്ടോ? ഇല്ല. 2ലാണോ? ആണ്. ബ്രാഞ്ച് ഇരിക്കുന്നത് എവിടെയാണ്? 2ലാണ്. 2. ഈ ഡയറക്ഷൻ നോക്കിയേ. 1ലില്ല, 2ലില്ല, 3ലില്ല, 4ലില്ല. എവിടെയുണ്ട്? 5ലുണ്ട്. അപ്പം 5. നമ്മൾ ഏതെടുക്കും? 2 എടുക്കോ 5 എടുക്കോ? ചെറുതെടുക്കും അല്ലേ? ചെറുത് ഏതാ? 2. അപ്പൊ ആ ചെറിയ നമ്പറിനെ കൊണ്ട് നമ്മൾ ഇതിന്റെ ഫ്രണ്ടിൽ കൊടുക്കും. ഇനി എന്ത് വേണം? ലെറ്റർ നമ്പർ, ഹൈഫൺ വേണം. പിന്നെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ വേണം. പേരെന്താണ്? 2 മീഥൈൽ ഹെക്സെയിൻ. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്രയുണ്ട്? 3 വരുന്നുണ്ട്. ഇങ്ങോട്ട് എത്രയുണ്ട്? 4 വരുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര വരുന്നുണ്ട്? 5 എണ്ണം വരുന്നുണ്ട്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എത്ര വരുന്നുണ്ട്? 4 വരുന്നുണ്ട്. ദെൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എത്ര വരുന്നുണ്ട്? 1 2 3 4 5 5 വരുന്നുണ്ട്. അപ്പൊ എങ്ങനെ നോക്കിയാലും ഏറ്റവും വലുത് ഏതാ? 5 അല്ലേ? അപ്പൊ 5 വരുന്ന ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മെയിൻ ചെയിൻ ആക്കി ബോക്സിലിട്ട് പൂട്ടി വെച്ചു. നിങ്ങൾ പറയാണ്, നിങ്ങളുടെ ഒരാൾ ചോദിക്കുകയാണ് എന്ത് കാണുന്നു? നിങ്ങൾ എന്ത് പറയും? ഞാൻ ബ്രാഞ്ച് കണ്ടു. എത്ര ബ്രാഞ്ച്? പെട്ടിയുടെ ഉള്ളിൽ നിന്ന് ഒരു വര. അപ്പൊ ഒരു ബ്രാഞ്ച്. അതിലാരാ? ഒരു കാർബൺ. അപ്പൊ പേരെന്താണ്? മീഥൈൽ. ഇനി പെട്ടിക്കുള്ളിൽ നിന്ന് വീണ്ടും ഒരു വര. പെട്ടിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന വരയാണ് ബ്രാഞ്ചേ. അപ്പോ വീണ്ടും അതിലൊരു കാർബൺ. അപ്പൊ എന്ത് കണ്ടു? മീഥൈൽ കണ്ടു. അപ്പൊ നിങ്ങൾ പറയാണ്, നിങ്ങൾ മൊത്തം കണ്ടത് ആരെയാണ്? നിങ്ങൾ മൊത്തത്തില് മീഥൈലിനെ കണ്ടു. എത്ര മീഥൈലിനെ കണ്ടു? 2 മീഥൈൽ. ഡൈ. ഇനി പെട്ടി തുറക്കാൻ പറഞ്ഞു അല്ലേ? പെട്ടി തുറക്കുമ്പോൾ നിങ്ങൾ എന്ത് കാണും? പെട്ടിക്കുള്ളിൽ കാർബൺ കാണും. എത്ര കാർബണിയാണ് നിങ്ങൾ കാണുന്നത്? 1 2 3 4 5 5 കണ്ടാൽ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? 5 കണ്ടാൽ സാധാരണ നമ്മൾ പെന്റെന്നും, അത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എന്തെന്ന് വിളിക്കും? ANE എന്നും കൂടെ വിളിക്കും. അപ്പൊ പേരെന്താണ്? പെന്റെയിൻ. മീഥൈൽ പെന്റെയിൻ. നമ്മൾ എഴുതുന്നത് ശരിയാണോ? അല്ല. എന്തുകൂടി വേണം? പൊസിഷൻ കൂടെ വേണ്ടേ? അപ്പൊ നമുക്ക് പൊസിഷൻ പറയാം. നമ്മൾ ഈ ഡയറക്ഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 1ാമത്തെ കാർബണിൽ കണ്ടോ? ഇല്ല. 2ാമത്തെ കാർബണിൽ ഈ ഒരു ബ്രാഞ്ചിനെ 2ൽ കണ്ടു. ഇനി അടുത്ത് 3ല് ഈ ഒരു ബ്രാഞ്ചിനെ 3ൽ കണ്ടു. അപ്പൊ എവിടേക്കാ കണ്ടത്? 2ലും കണ്ടു, 3ലും കണ്ടു. ഇനി നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ തന്നെ നോക്കിയാലോ? 1ൽ കണ്ടോ? ഇല്ല. 2ൽ കണ്ടോ? ഇല്ല. 3ൽ കണ്ടോ? ഇത് 3ാമത്തെ കാർബൺ അല്ലേ? ഇവിടെ ഉണ്ട് ബ്രാഞ്ച്. അപ്പം ഒരു ബ്രാഞ്ചിനെ 3ൽ വെച്ച് കണ്ടു. ഇത് എത്രാമത്തെയാ? ഇത് 3ന് ശേഷം 4. ഇങ്ങോട്ടാണ് എണ്ണുന്നത്. 4ൽ മറ്റൊരു ബ്രാഞ്ചിനെ കണ്ടു. അപ്പൊ എവിടേക്കാ കണ്ടത്? 3ലും 4ലും. നമുക്ക് മൊത്തം കൺഫ്യൂഷൻ ആയല്ലേ? 2 3 3 4 ചെറുതേതാ വലുതേതാ കൺഫ്യൂഷൻ ആണ്. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ ആരും അറിയാണ്ട് പതുക്കെ പോയിട്ട് കൂട്ടി നോക്കണം അല്ലെ? 2 3 കൂട്ടി എത്രയാ വരണേ? 5. 3 4 കൂടുമ്പോൾ എത്രയാ വരണേ? 7. ഇനി പറഞ്ഞേ ഏതാ ചെറുത്? 5 അല്ലേ ചെറുത്? അപ്പൊ അങ്ങ് ഉറപ്പിച്ചൂടെ? 5 ചെറുതാണ്. അപ്പൊ 5 കിട്ടാൻ കാരണം 2ഉം 3ഉം അല്ലേ? അപ്പൊ നമ്മൾ എവിടെ വെച്ചാ കണ്ടത്? 2ലും
മൂന്നിലും. ഇനി ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് വന്നാൽ എന്ത് വേണം? കോമ വേണം. പിന്നെന്ത് വേണം? ലെറ്ററിനും നമ്പറിനും ഇടയിൽ ഹൈഫൺ വേണം. ഫസ്റ്റ് ലെറ്റർ അത് സ്മോൾ ലെറ്റർ അല്ല, അത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. അപ്പൊ പേരെന്താണ്? 2,3 ഡൈമീഥൈൽ പെന്റെയിൻ. ഇതിന്റെ പേരെന്താണ്? 2,3 ഡൈമീഥൈൽ പെന്റെയിൻ. ഇത്തരത്തിൽ ഈ ഒരു കോമ്പൗണ്ട് നോക്കിയാലോ, ദാ ഇങ്ങോട്ട് നോക്കിയാൽ 3 അല്ലേ, ദാ ഇങ്ങോട്ട് നോക്കിയാലും 3, ദെൻ ഇങ്ങോട്ട് നോക്കിയാലും 3, അതല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാലും 3, പിന്നെ ദാ ഈ ഡയറക്ഷനിൽ നമ്മൾ നേരെ നോക്കിയാലും 3. എങ്ങോട്ട് നോക്കിയാലും നിങ്ങൾക്ക് എന്തേ കാണുന്നുള്ളൂ? 3 ചെയിനെ കാണാൻ പറ്റും. അതിൽ കൂടുതൽ വലിയ ചെയിന്, അതിനേക്കാളും വലിയ ചെയിൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കാണാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ 3 സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നത്, എപ്പോഴും സ്ട്രെയിറ്റ് അല്ലേ നമുക്ക് നല്ലത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള 3 നമ്മൾ എന്ത് ചെയ്യുന്നു? മെയിൻ ചെയിൻ ആക്കി എടുക്കുന്നു. ഇനി ബോക്സിന്റെ പുറത്ത് വരുന്ന ആളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ബ്രാഞ്ച്. അങ്ങനെ എത്ര ബ്രാഞ്ചാ ഉള്ളത്? ദാ ബോക്സിൽ നിന്ന് ഇങ്ങോട്ട് ഒരാള്, പുറത്തോട്ട് ദാ ഇവിടെ ഒരു ബ്രാഞ്ച്, അതുപോലെ ദാ ഇങ്ങോട്ട് ദാ ഇവിടെ ഒരു ബ്രാഞ്ച്. അപ്പൊ എത്ര ബ്രാഞ്ച് ഉണ്ട്? 2 ബ്രാഞ്ച് ഉണ്ട്. ഞാൻ നിങ്ങളെ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ദാ ഒരു ബ്രാഞ്ചിൽ ഒരു കാർബൺ ഉള്ളത് കാരണം പേരെന്താണ്? മീഥൈൽ. അതുപോലെ മറ്റേ ബ്രാഞ്ചിലും ഒരു കാർബൺ ഉള്ളത് കാരണം പേരെന്താണ്? മീഥൈൽ. കണ്ടതൊക്കെ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ എന്ത് എഴുതും? നിങ്ങൾ എന്ത് കണ്ടു? നിങ്ങൾ മീഥൈലിനെ കണ്ടു. ആരെ കണ്ടു? മീഥൈലിനെ കണ്ടു. എത്ര മീഥൈലിനെ കണ്ടു? 2 മീഥൈലിനെ കണ്ടു. ഇതാ ഏതാണ്? ഡൈമീഥൈൽ. ഇനി നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? മെയിൻ ചെയിൻ. മെയിൻ ചെയിനിലോട്ട് പോകുമ്പോൾ നമുക്ക് എത്ര കാർബൺ ഉണ്ട് അവിടെ? 2, 2 ഉണ്ട്, 3 ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ 3 വന്നാൽ സാധാരണ 3 വരുമ്പോൾ നമ്മൾ പ്രൊപ്പ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ പേരെന്താണ്? പ്രൊപ്പ്. ഇനി സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. എന്താണ് പേര്? ഡൈമീഥൈൽ പ്രൊപ്പൈൻ. എന്ത് വേണം? പൊസിഷൻ വേണം, വേണ്ടേ? അപ്പൊ നമുക്ക് നോക്കാം. ഈ ഡയറക്ഷനിൽ നോക്കിയാൽ ഇത് 1ാമത്തെ കാർബൺ ഉണ്ടോ? ബ്രാഞ്ച് ഇല്ല. ഇത് എത്രാമത്തെ കാർബൺ? 2ാമത്തെ കാർബൺ. ബ്രാഞ്ച് ഉണ്ടോ? ഉണ്ട്. ഈ ബ്രാഞ്ച് ഇരിക്കുന്നത് 2ലാണ്. അതുപോലെ ഈ ബ്രാഞ്ച് ഇരിക്കുന്നതും 2ലാണ്. മക്കളെ, നിങ്ങൾ എല്ലാവരും തെറ്റിക്കുന്നത് എന്താണെന്നറിയോ? 2 ബ്രാഞ്ച് വരുമ്പോൾ നിങ്ങൾ ഒരു വട്ടേ 2 എടുക്കൂ. അത് പാടില്ല. ഓരോ ബ്രാഞ്ചിനും പൊസിഷൻ ഉണ്ട്. ഇത് ഒരു ബ്രാഞ്ചാണ്, ഇത് വേറൊരു ബ്രാഞ്ചാണ്. അപ്പൊ നമ്മൾ രണ്ടിനും എന്ത് പറയണം? പൊസിഷൻ പറയണം. ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ, ആദ്യത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ 2ലാണ്. 2ാമത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ അതും 2ലാണ്. അപ്പം എത്ര 2 വരുന്നു? 2 വട്ടം. 2 ബ്രാഞ്ച് ഉണ്ട്, 2 വന്നു. ഇതുപോലെ നമുക്ക് തിരിച്ച് ഈ ഡയറക്ഷനിൽ എടുത്താലും നമുക്ക് ഇതേ നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ഇനി എല്ലാ പൊസിഷനിലും ഇങ്ങനെ വരണമെന്നില്ല. തിരിച്ച് ഈ ഡയറക്ഷനിൽ എടുത്താലും നമുക്ക് ഇതാ 1ലില്ല, 2ലുണ്ട് അല്ലേ? അപ്പം ഈ ബ്രാഞ്ച് വന്നത് 1, 2, ഈ ബ്രാഞ്ച് വന്നത് 1, 2. ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് വന്നാൽ നമ്മൾ എന്ത് നോക്കും? കൂട്ടിയിട്ട് ചെറുത് കണ്ടുപിടിക്കല്ലേ? 2 2 കൂട്ടിയാൽ 4, 2 2 കൂട്ടിയാൽ 4, 2 ഒരുപോലെ അല്ലേ? അപ്പോ ഏതെടുക്കും? ഇഷ്ടമുള്ളത് എടുക്കും. എവിടേക്കാ വന്നത്? 2ലും 2ലും. ദാ 2ലും 2ലും. ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് വന്നാൽ എന്ത് വേണം? കോമ വേണം. ലെറ്റർ നമ്പറിനിടയിൽ എന്ത് വേണം? ഹൈഫൺ വേണം. പിന്നെ നമ്മുടെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ വേണം. അപ്പൊ പേരെന്താണ്? 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ. 2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ. ജസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലോങ്സ്റ്റ് ചെയിൻ കണ്ടെത്തുക. അത് മെയിൻ ചെയിൻ ആയിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബോക്സിന്റെ ഉള്ളിലാക്കി പൂട്ടി വെക്കുന്നു. അതിന്റെ പുറത്ത്, അതായത് മെയിൻ ബോക്സിൽ നിന്ന് പുറത്തോട്ട് തള്ളി വരുന്ന ഓരോന്നും എന്തായിരിക്കും? നമ്മുടെ ബ്രാഞ്ചസ് ആയിരിക്കും. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ബ്രാഞ്ചിന് പേര് കൊടുക്കും അല്ലേ? ബ്രാഞ്ചിന് പേര് കൊടുത്തിട്ട് നമ്മൾ മെയിൻ ചെയിനിലോട്ട് വന്ന് നോക്കും. ദെൻ ബ്രാഞ്ചിന് പേര് കൊടുക്കുമ്പോൾ ബ്രാഞ്ചിൽ ഒരു കാർബൺ ആണെങ്കിൽ മെത്തിന്റെ കൂടെ വയ്യലും, ഇനി 2 കാർബൺ ഉണ്ടെങ്കിലോ എത്ര എഴുതിയിട്ട് വയ്യലിടും അല്ലേ? ദെൻ അതിനുശേഷം എന്ത് ചെയ്യും? മെയിൻ ചെയിനിന്റെ പേര് കൊടുക്കും. അപ്പോഴാണ് നമ്മൾ എന്ത് വേണ്ടത്? നമ്മുടെ ബ്രാഞ്ചസിന് പൊസിഷൻ കൂടെ വേണം. അപ്പൊ അത് നോക്കും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നോക്കും, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നോക്കും, എന്നിട്ട് ലീസ്റ്റ് നമ്പർ എടുക്കും. പക്ഷെ ഇത് തോന്നുന്ന പോലെ എഴുതാൻ പാടുണ്ടോ? ഇതിനൊരു ഓർഡർ ഉണ്ട് അല്ലേ? ആദ്യം നമ്മൾ എന്ത് എഴുതും? പൊസിഷൻ എഴുതും. ഇനി ഒന്നിൽ കൂടുതൽ പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്പേഴ്സിനിടയ്ക്ക് എന്ത് കൊടുക്കും? കോമ കൊടുക്കും. പിന്നെ നമ്മൾ ബ്രാഞ്ചിന്റെ പേര് എഴുതും. ഇനി ബ്രാഞ്ച് ഒന്നിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 2 വട്ടം വരികയാണെങ്കിൽ ഡൈ എന്നും, 3 വട്ടം വരികയാണെങ്കിൽ ട്രൈ എന്നും, 4 വട്ടം വരികയാണെങ്കിൽ ടെട്ര എന്നും കൊടുക്കും. എന്നിട്ട് ബ്രാഞ്ചിന്റെ പേര് എഴുതും. എന്നിട്ട് അതിന്റെ കൂടെ മെയിൻ ചെയിൻ എഴുതും. ഈ ബ്രാഞ്ചിന്റെ പേരും മെയിൻ ചെയിനും ഒക്കെ നമ്മൾ ഗ്യാപ്പ് ഇടാതെ ചേർത്ത് എഴുതും. ഇനി ഇവിടെ ഒരു നമ്പർ കാണും, ഇവിടെ ഒരു ലെറ്റർ കാണും. ലെറ്ററിന് നമ്പറിന് ഇടയ്ക്ക് എന്ത് വേണം? ഹൈഫൺ വേണം. പിന്നെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. ഇത്രയും റൂൾസ് ഫോളോ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന് പേര് കൊടുക്കാൻ പറ്റും. കൊടുത്താലോ? ഇവിടെ എത്ര ചെയിനാ ഉള്ളത്? ദാ ഇങ്ങോട്ടൊരു ചെയിൻ ഉണ്ട് അല്ലേ? എത്ര കാർബൺ? 5 കാർബൺ. ദാ ഇങ്ങോട്ടൊരു ചെയിൻ ഉണ്ട്. എത്ര കാർബൺ? 5 കാർബൺ. ഇതല്ലാതെ ദാ ഇങ്ങോട്ടൊരു ചെയിൻ ഉണ്ട്, 5 കാർബൺ. അപ്പം എങ്ങനെ നോക്കിയാലും നമുക്ക് 5 കാർബൺ അല്ലേ വരുന്നത്? അപ്പം നമ്മൾ എന്ത് ചെയ്യും? സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന ആളെ നമ്മൾ മെയിൻ ചെയിൻ ആക്കി ബോക്സിനകത്തിട്ട് പൂട്ടി വെക്കുന്നു. ഇങ്ങനെ പൂട്ടി വെച്ചു. പൂട്ടിയപ്പോ ഈ ബോക്സിന്റെ ഉള്ളിലുള്ളത് മെയിൻ ചെയിനും അതിന്റെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നത് ബ്രാഞ്ചസും. എങ്കിൽ പറഞ്ഞേ, ബോക്സിൽ നിന്ന് എത്ര തള്ളാ ഉള്ളത്? ബോക്സിന്റെ ഉള്ളിൽ നിന്ന് ഒരൊറ്റ തള്ളു മാത്രമേ ഉള്ളൂ. ഇവിടെ 2 തള്ളില്ല കേട്ടോ. ബോക്സിന്റെ ഉള്ളിൽ നിന്ന് ഒരൊറ്റ തള്ളേ ഉള്ളൂ എന്ന് പറയുമ്പം ഒരൊറ്റ ബ്രാഞ്ചേ ഉള്ളൂ. ആ ഒരു ബ്രാഞ്ചിൽ എത്ര കാർബൺ തൂങ്ങുന്നുണ്ട്? 2 കാർബൺ തൂങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, ബ്രാഞ്ച് ഒരൊറ്റ ബ്രാഞ്ച്, ബോക്സിന് ഒരൊറ്റ തള്ളേ ഉള്ളൂ. അതിൽ എത്ര കാർബൺ? 2 കാർബൺ. 2 വരുമ്പോ എന്താ പേര്? 2 വരുമ്പോ പേരെന്താണ്? എത്ത്. അപ്പൊ ബ്രാഞ്ചിന്റെ പേര് വയ്യൽ കൂടെ ചേർത്ത്. ബ്രാഞ്ചിന്റെ പേരെന്താണ്? ഈഥൈൽ. ഇത് മൊത്തം ചേരുന്നതാണ് ഒരു ബ്രാഞ്ച്. അതിന്റെ പേരെന്താണ്? ഈഥൈൽ. നിങ്ങളോട് കണ്ട
കാര്യം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഈത്തൈലിനെ കണ്ടു. ഓക്കെ, ഇനി മെയിൻ ചെയിൻ നോക്കി. മെയിൻ ചെയിനിൽ എത്രയുണ്ട്? 1 2 3 4 5 ഉണ്ട്. 5 വരുമ്പോൾ പേരെന്താണ്? പെന്റ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഇനി പൊസിഷൻ നമ്പർ കൊടുക്കണ്ടേ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ഇടാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ഇടുമ്പോൾ 1 ഇല്ല, 2 ഇല്ല, 3 ഉണ്ട്, 3. ഇതുപോലെ തിരിച്ച് നമ്പർ ഇട്ട് നോക്കാം. 1 ഇല്ല, 2 ഇല്ല, 3 3. അങ്ങോട്ട് ഇട്ടപ്പോഴും 3 ഇങ്ങോട്ട് ഇട്ടപ്പോഴും 3. അപ്പൊ എവിടെയാ ബ്രാഞ്ച് വന്നേക്കുന്നേ? 3 ലെറ്റർ നമ്പർ ഹൈഫൺ, പിന്നെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ. പേരെന്താണ്? 3 ഈഥൈൽ പെന്റെയിൻ. പേരെന്താണ്? 3 ഈഥൈൽ പെന്റെയിൻ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ 4 ക്വസ്റ്റ്യൻ്റെയും ആൻസർ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാവോ? നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡൗട്ടുകളും കമൻറ്റ് ചെയ്തേക്കണേ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓൾസോ.